നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ പുറത്തായത് വളരെ സ്ട്രെയിഞ്ചായിപ്പോയി. 6 ഗോളുകൾ 2 പാദങ്ങളിലായിട്ട് അടിച്ചിട്ട് ബാഴ്സയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിചിത്രമായ കാര്യമാണ്. ഫൈനലിൽ ബാഴ്സയെ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ അത് തനിക്ക് വലിയ രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടായി മാറിയേനെ എന്ന് പറയുന്നത് ലൂയിസ് എൻറിക്കെയാണ്. മുൻ ബാഴ്സ കോച്ച് കൂടിയായ ഇപ്പോഴത്തെ PSG കോച്ച് ഇപ്പോൾ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചതിന് ശേഷം തൻ്റെ മുൻ ടീമിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ബാഴ്സലോണ ഒരു ഗ്രേറ്റ് ഗെയിം തന്നെയാണ് UCL കളിച്ചിട്ടുള്ളത്. 6 ഗോളുകൾ അവരടിച്ചു. ഇപ്പോൾ നമ്മളൊരാളോട് പറയുകയാണ് സെമി ഫൈനലിൽ ബാഴ്സ 6 ഗോളുകൾ അടിച്ചു എന്നിട്ടും പുറത്തായി എന്ന്. അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. വളരെ സ്ട്രെയിഞ്ചായ റിസൾട്ടാണ് വന്നത്. ബാഴ്സലോണ അവരുടെ പ്ലേയിങ് സ്റ്റൈൽ എന്താണെന്നുള്ളത് കൃത്യമായി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തവുമാണ്. അവർ ഫൈനലിൽ എത്തേണ്ടിയിരുന്നു, അവരെ ഈ ഫൈനലിൽ അർഹിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ റിസൾട്ട് ഒരല്പം സ്ട്രെയിഞ്ചായിരുന്നു എന്നാണ് ഹോണസ്റ്റ്ലി എനിക്ക് പറയാൻ കഴിയുക. ബാഴ്സയ്ക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേസ്റ്റായ ഒരു കാര്യമായി മാറിയേനെ. പക്ഷേ ബാഴ്സലോണയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഈ ടൂർണമെൻറ്റ് ഫൈനലിലേക്ക് അവർ ക്വാളിഫൈ ചെയ്യാൻ അർഹതയുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളാണ് ഇപ്പോൾ ഫൈനലിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കിരീടം ചൂടേണ്ടതുണ്ട്. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യും എന്നുകൂടി ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.